എല്ലാവർക്കും സുഖമല്ലേ? ഹെൽമയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഒന്ന് നിൽക്കണേ, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് കുറേ പേര് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഈസി ബിരിയാണി, ചിക്കൻ ഫ്രൈ കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജോസാനിൻ്റെ അടുത്ത് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്ത്, ഞാൻ ബോംബെയിലുള്ള സമയം തൊട്ടേ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് അലുവ. ഞാനത് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമല്ലേ അലുവയ്ക്കൊക്കെ. അതുകൊണ്ടാണ് ഉണ്ടാക്കാതെ ഇത്രയും നാൾ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിന് പറ്റിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ അലുവ തന്നെ ട്രൈ ചെയ്യാമെന്ന്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും. ഭയങ്കര എളുപ്പമാണ്. അലുവയെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ എന്തോ വരുന്നത്, അയ്യോ ഒത്തിരി നെയ്യ് വേണം, അതുമല്ലെങ്കിൽ എന്തോ വരുന്നത് ഒത്തിരി തരം ഇളക്കണം വേണ്ട എന്ന് പറയുന്നില്ല, അത്യാവശ്യം ഇളക്കുകയൊക്കെ വേണം. പക്ഷേ ഒത്തിരി സമയമൊന്നുമില്ല കേട്ടോ. കൂടിപ്പോയാൽ മൊത്തം കൂടെ ഒരു അരമണിക്കൂർ, അത്രയും പോലും വേണ്ട. ഇത്രയും സമയം കൊണ്ട് നമുക്ക് സുഖമായിട്ടൊരു അലുവ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം 3/4 കിലോ ഉണ്ട്. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതും ഏകദേശം നന്നായിട്ട് പഴുത്തതാണ്. അപ്പൊ ഇനി നമുക്കിതിനെ ചെറിയ പീസുകളാക്കണം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്, നന്നായിട്ട് അരയണേ. അപ്പോൾ ഏത്തക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പഴുത്ത് കരിഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല മധുരം ഉള്ളത് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കണേ. ഈ ഏത്തക്കായ്ക്ക് പകരം നമ്മൾ നീളമുള്ള പച്ചപ്പഴം ഉണ്ടല്ലോ, പച്ചച്ചിങ്ങൻ എന്ന് പറയും, റോബസ്റ്റ് എന്ന് പറയും, അത് വേണമെങ്കിലും തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ ഈ ഏത്തക്കയുടെ നടുക്കൊരു കറുത്ത പാർട്ടുണ്ടല്ലോ, ആ അരി വരുന്ന ഭാഗം, അത് കളഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട് കട്ട് ചെയ്തിട്ട് പീസാക്കി അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്തിരി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലുവയ്ക്കും ചെറുതായിട്ടൊരു ആ ഏത്തക്കയുടെ ഒരു പുളിരസമുണ്ടല്ലോ, അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ശർക്കര എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മധുരമുള്ള ശർക്കരയുണ്ട്. പക്ഷേ നാട്ടിൽ വന്നേ പിന്നെ എനിക്ക് 1-2 പ്രാവശ്യം കിട്ടിയ ശർക്കര ഉണ്ടല്ലോ, ഭയങ്കര ഉപ്പും ചെറിയൊരു പുളിരസവും ഉണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത ശർക്കരയ്ക്കും അങ്ങനെ ഒരു ചെറിയ പുളിരസം ഉള്ളതാ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് നമ്മുടെ അലുവയുടെ ടേസ്റ്റും വ്യത്യാസം വരുമേ. ഇനി നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് 1/2 കിലോ ശർക്കരയുണ്ട്. അപ്പൊ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം, കുറയ്ക്കാം. ഞാനിപ്പോൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിക്കത്തുള്ള ആവശ്യത്തിന്. അപ്പൊ ഞാൻ പറയാം മൊത്തം ഒഴിച്ചോ ഇല്ലയോ എന്ന്. ഏതായാലും മൊത്തം പാനിയാക്കാം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഉണ്ടോ, ശർക്കര പാനിയാക്കിയപ്പം ഇതാ മൊത്തം അഴുക്കാണേ ഈ മണ്ടയിൽ പത പോലെ വരുന്നേ. അതിങ്ങ് കോരിയെടുത്ത് കളയാം. കണ്ടോ, അത് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റാം. ഈ സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് വത്സമാമയാണ് ഇത് പറഞ്ഞു തന്നെ. വത്സമാമ ശർക്കര മേടിക്കുമ്പോൾ ഇതുപോലെ ഉരുക്കി ഇച്ചിരിയും വെള്ളം ഒഴിച്ച് ഉരുക്കി ഇതുപോലെ അഴുക്ക് കളഞ്ഞ് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്നാണ് പിന്നെ ശർക്കര പാനി എടുക്കുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും ഉരുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പം ഇനി ഇത് ലേശം തണുത്ത ശേഷം നമുക്ക് അരിച്ചെടുക്കണം. അപ്പം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അലുവ എന്ന് പറയുമ്പോൾ നെയ്യിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം വേണമെങ്കിൽ ബദാമും ഇടാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്നുണ്ട്, നമുക്കിത് മാറ്റാം. പിന്നെ തീ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് നെയ്യൊക്കെ അത് ആ ഏത്തയ്ക്കകത്ത് അബ്സോർബായി. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര വെള്ളം നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ അത് മധുരം അനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഞാനിപ്പോ ദാ പകുതി ഒഴിച്ചിട്ടുണ്ടേ. ഇതിപ്പോ ഇതിന്ന് കണ്ടോ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കാം. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഞാൻ ഇനി എക്സ്ട്രാ ശർക്കര ഒഴിക്കുന്നില്ലേ. അപ്പൊ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ കൈ വിട്ടേച്ച് എങ്ങും പോവരുത്. ആദ്യം ആ ശർക്കര വെള്ളം ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടുതൽ ഇളക്കിയിട്ടുണ്ടേ. അപ്പൊ ആ നെയ്യിട്ടിട്ട് ഏകദേശം 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ലേശം കളർ ചേർക്കാമേ. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ ഇട്ട് കൊടുത്ത നെയ്യ് എന്തേ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ. ഇത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി നെയ്യ്. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ലേശം വെള്ളം ഒഴിച്ച് കലക്കുന്നത്. അപ്പൊ ഈ കോൺഫ്ലോർ വേണമെന്നുണ്ടെങ്കിൽ ആ ശർക്കര വെള്ളം ഒഴിച്ച സമയത്ത് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പൊ അത് നമ്മൾ അവസാനത്തോടൊക്കെ അടുത്തോണ്ടിരിക്കുന്നു. ലാസ്റ്റിൽ ഞാൻ ഇത്തിരി നെയ്യ് കൂടി ചേർക്കുവാണേ. എനിക്ക് തോന്നുന്നു മൊത്തം നമ്മളിപ്പോ ഒരു 2, 3, 4 മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്ത് കാണും. ഇപ്പൊ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നല്ല കളർ കിട്ടണമെങ്കിൽ കളർ ചേർക്കുന്നതാ. അപ്പൊ നമുക്ക് കളർ വേണ്ട. അപ്പൊ അതാ സൈഡിൽ നിന്നൊക്കെ നെയ്യ് വിട്ട് വരുന്നത് കണ്ടോ. അതാണേ നമ്മുടെ ഇത് പരുവമായെന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ ഓരോ പ്രാവശ്യവും നെയ്യ് ഇട്ട ശേഷം ഞാനൊരു 6-7 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. നല്ലതുപോലെ അടുക്കി പിടിക്കാതെ തീ കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം 1/2 മണിക്കൂർ ആകാൻ പോകുന്നു നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് എണ്ണ തെളി വരുന്നുണ്ടോ, നെയ്യ് കണ്ടോ. അപ്പൊ അതാണ് പരുവം. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത്രയും മതി. നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പൊ ഒരു പാത്രത്തിൽ ഞാൻ ലേശം നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പാത്രം മതി. നിങ്ങളുടെ ഇങ്ങനെയുള്ള പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ചോറുണ്ണുന്ന സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതായാലും മതിയേ. ഇങ്ങനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഞാനിവിടെ കോൺഫ്ലോർ ചേർത്തിരിക്കുന്നത് നമ്മൾ ഓഫ് ചെയ്യുന്നതിന്റെ കുറച്ചു നേരം മുമ്പാണ്. അല്ലാതെ നിങ്ങൾക്ക് ആ ശർക്കര വെള്ളം ഒഴിക്കുമല്ലോ, ശർക്കര പാനി ഒഴിക്കുമല്ലോ, ആ സമയത്ത് തന്നെ വേണമെങ്കിൽ കോൺഫ്ലോർ കലക്കിയ മിശ്രിതം ഒഴിച്ച് മുമ്പോട്ടുള്ള പ്രോസസ്സിങ് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ അലുവ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാ നെയ്യൊക്കെ മേളിലുണ്ട് അത്യാവശ്യം. നമുക്ക് വിടുവിച്ചെടുക്കാം. നന്നായിട്ട് സെറ്റായേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അടപ്പിലിട്ടേച്ച്, അതായത് തീയിലിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, കറങ്ങി നടക്കരുത്, കൊച്ചിർത്താനം പറയരുത്, ഫോണിൽ സംസാരിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ
ഞാൻ ഏകദേശം 4.5 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ 3 ടേബിൾ സ്പൂണിൽ നിർത്താം, അല്ലെ 4 എടുക്കാം, 5 എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരണം, നെയ്യ് തെളിയുകയും വേണം. അതാണ് കറക്റ്റ് കണക്ക്. അല്ലെന്നുണ്ടെങ്കിൽ കാ നന്നായിട്ട് വരളത്തുമില്ല, അതുമല്ല ഒരു പച്ച ചവയ്ക്കും. നമ്മുടെ കാ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വരണ്ടു വരണമല്ലോ, ആ പരുവം വരെ നമ്മൾ എത്രയ്ക്കാണേലും ഇളക്കിയാലേ പറ്റൂ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ബെൻസി ക്രിസ്മസ് സ്പെഷ്യൽ ഇടൂ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഒരു മധുരം പെട്ടെന്ന് ഉണ്ടാക്കുന്നു, അരമണിക്കൂർ പോലും സമയം എടുക്കുന്നില്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. മറ്റുള്ള റെസിപ്പികൾ ഞാൻ ഉടൻ ഇടുന്നതായിരിക്കും, ഓരോന്നോരോന്നായിട്ട് ഇനി വരുന്നുണ്ടേയിരിക്കും. അതുകൊണ്ട് ചാനൽ കാണാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഹെൽപ്പ് മീ ലോഡ് ചാനൽ സെർച്ച് ചെയ്ത് അല്ലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്തിട്ട് ഉറങ്ങണേ. അപ്പോൾ എന്താ, ഇത്രയൊക്കെയുള്ള വിശേഷം. എല്ലാവരും അലുവയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ മറക്കരുത്, അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട പുതിയ വീഡിയോയുമായി പുതിയ വിഭവങ്ങളുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.